സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തിലാണ് നിഷ്കളങ്കരായ മുസ്ലിം യുവാക്കളെ ഭീകരതയുടെ പേരിൽ അന്യായമായി തടവിലിടരുതെന്ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ ആവശ്യപ്പെട്ടത്. അന്യായമായി തടവിൽ കഴിയുന്നവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്നും ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഇവരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തീവ്രവാദ കേസുകളുടെ വിചാരണയ്ക്കായി അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും ഷിൻഡെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പോലീസുകാർ നിഷ്കളങ്കരായ യുവാക്കളെ പീഡിപ്പിക്കുകയാണെന്നാരോപിച്ച് നിരവധി സംഘടനകളുടെ പരാതികളാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. തങ്ങളെ മനഃപൂർവ്വം വേട്ടയാടുകയാണെന്നും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നുമുള്ള വികാരം ന്യൂനപക്ഷ യുവാക്കളിൽ വളർന്നിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് ജനാധിപത്യ വിരുദ്ധവും മതേതരത്വത്തിനെതിരാണെന്നും BJP കുറ്റപ്പെടുത്തി. ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും BJP നേതാവ് M. വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു. इनोसेंट मेजॉरिटी को जेल में भेज सकते हैं, ये क्या तरीका है? ये गैर संवैधानिक है, बहुत आपत्तिजनक है, ये राजनीति से प्रेरित है। वोट बैंक के कारण से चुनाव को नजर में रख के माइनॉरिटीज को अपना वोट देने के लिए केंद्र गृह मंत्री ने एक गलत आदेश जारी किया है. തീരുമാനം നല്ലതാണെങ്കിലും എടുത്ത സമയം ശരിയായില്ലെന്നാണ് വിഷയത്തോട് CPM പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത ഇത്തരം ഒരു തീരുമാനത്തിന്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്നും CPM കുറ്റപ്പെടുത്തി. കുറ്റം ചെയ്തതിന് തെളിവുകൾ പോലും ഇല്ലാതെയാണ് പലപ്പോഴും മുസ്ലിം യുവാക്കൾ ദീർഘകാലം ജയിലിൽ കഴിയുന്നതെന്ന് കാണിച്ച് നേരത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി റഹ്മാൻ ഖാൻ ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.